കേരള പി.എസ്.സി ഉദ്യോഗാർത്ഥികൾക്കായി ഇന്നത്തെ പ്രധാന കറന്റ് അഫയേഴ്സ് 2026 ജൂലൈ 3. ഏറ്റവും പുതിയ വാർത്തകളും പരീക്ഷയ്ക്ക് ഉപകരിക്കുന്ന വസ്തുതകളും ക്വിസ് ചോദ്യങ്ങളും. നമുക്ക് തുടങ്ങാം. ലോക റോവിംഗ് കപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്രത്തിലെ ആദ്യ സ്വർണ്ണ മെഡൽ. സ്വിറ്റ്സർലൻഡിലെ ലൂസേനിൽ നടന്ന ലൈറ്റ്വെയ്റ്റ് ഡബിൾ സ്കൾസ് വിഭാഗത്തിൽ ഇന്ത്യൻ ആർമിയിലെ ലക്ഷ്യം ഉജ്വൽ കുമാർ സിംഗും സ്വർണം നേടി. 6 മിനിറ്റ് 26 സെക്കൻഡിലാണ് ഇവർ ഫിനിഷ് ചെയ്തത്. ഈ താരങ്ങളെ കരസേനാ മേധാവി പ്രത്യേകം ആദരിച്ചു. കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡ് (CBDT) യുടെ ചെയർമാനായി രവി അഗ്രവാളിനെ 6 മാസത്തേക്ക് കൂടി പുനർനിയമിച്ചു. ജൂലൈ 1 മുതൽ ഡിസംബർ 31 വരെയാണ് കാലാവധി. പ്രധാനമന്ത്രി അധ്യക്ഷനായ മന്ത്രിസഭാ നിയമന സമിതിയാണ് ഇതിന് അംഗീകാരം നൽകിയത്. വിമാനങ്ങൾക്ക് ഉപഗ്രഹാധിഷ്ഠിത ലാൻഡിംഗ് സംവിധാനം ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ ലാൻഡിംഗ് DGCA ഉദയ്പൂരിൽ വിജയകരമായി നടത്തി. ASROയും എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്ന് വികസിപ്പിച്ച ഗഗൻ എന്ന സാറ്റലൈറ്റ് നാവിഗേഷൻ സംവിധാനമാണ് ഇതിനായി ഉപയോഗിച്ചത്. യമുനാ നദിയിലെ ജലം പങ്കിടുന്നത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും ഹരിയാനയും രാജസ്ഥാനും തമ്മിൽ കരാർ ഒപ്പുവച്ചു. 34,102 കോടി രൂപയാണ് പദ്ധതി ചെലവ്. 580 ദശലക്ഷം ക്യൂബിക് മീറ്റർ ജലം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. കോവിഡ് കാലത്ത് പ്രശസ്തമായ ആരോഗ്യ സേതു ആപ്പിന്റെ പുതിയ പതിപ്പ് ആരോഗ്യ സേതു 2.0 കേന്ദ്ര ആരോഗ്യമന്ത്രി ജഗത് പ്രകാശ് നദ്ദ ഉദ്ഘാടനം ചെയ്തു. ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷനിൽ 90 കോടി ആഭ അക്കൗണ്ടുകൾ പിന്നിട്ടതായും അറിയിച്ചു. രാജ്യത്ത് ജനനമരണ രജിസ്ട്രേഷൻ 2024 ആദ്യമായി 99% കടന്നു. ജനനസമയത്തെ ദേശീയ ലിംഗാനുപാതം 1000 ആൺകുട്ടികൾക്ക് 917 പെൺകുട്ടികൾ എന്ന നിലയിലാണ്. മറാത്തി നാടകവേദിയിലെ ഇതിഹാസ വ്യക്തിത്വം വിജയ മേത്ത അന്തരിച്ചു. 92 വയസ്സായിരുന്നു. 1987 പത്മശ്രീ പുരസ്കാരം നൽകി രാജ്യം അവരെ ആദരിച്ചിരുന്നു. ആദ്യ ചോദ്യം. ലോക റോവിംഗ് കപ്പിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരൊക്കെ? ഒരു നിമിഷം ആലോചിക്കൂ. ശരിയുത്തരം ലക്ഷ്യം ഉജ്വൽ കുമാർ സിംഗും. ഇന്ത്യൻ ആർമിയുടെ ഈ താരങ്ങളാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ആദ്യ സാറ്റലൈറ്റ് അധിഷ്ഠിത ലാൻഡിംഗിന് ഏത് സംവിധാനമാണ് ഉപയോഗിച്ചത്? ചിന്തിക്കൂ. ശരിയുത്തരം ഗഗൻ. ASROയും എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ചേർന്ന് വികസിപ്പിച്ച സംവിധാനമാണിത്. മൂന്നാമത്തെ ചോദ്യം. 2026 ജൂലൈയിൽ കേന്ദ്ര പ്രത്യക്ഷ നികുതി ബോർഡിന്റെ ചെയർമാനായി പുനർനിയമിക്കപ്പെട്ടത് ആരാണ്? ഓർത്തുനോക്കൂ. ശരിയുത്തരം രവി അഗ്രവാൾ. 6 മാസത്തേക്കാണ് അദ്ദേഹത്തിന്റെ പുനർനിയമനം. ഇന്നത്തെ ക്വിസിന്റെ ഉത്തരങ്ങൾ ഒറ്റനോട്ടത്തിൽ. 1. ലക്ഷ്യം ഉജ്വൽ കുമാർ സിംഗും. 2. ഗഗൻ. 3. രവി അഗ്രവാൾ. ഈ വസ്തുതകൾ ഒന്നുകൂടി ഓർത്തുവെക്കൂ. ഇന്നത്തെ അപ്ഡേറ്റ് ഇവിടെ അവസാനിക്കുന്നു. ജൂലൈ 18-ന് LGS ബെവ്കോ LDC ഉൾപ്പെടെയുള്ള പൊതുപ്രാഥമിക പരീക്ഷയുണ്ട്. ഹാൾ ടിക്കറ്റ് ജൂലൈ 4 മുതൽ തുളസി പ്രൊഫൈലിൽ ലഭ്യമാകും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നാളെ ഇതേ സമയം വീണ്ടും കാണാം.